ഹലോ കൂട്ടുകാരെ, ഇത് മൈദയാണ് കേട്ടോ. മൈദ പിന്നെ മുട്ട കണ്ട ഒരു ഒരു 1/4 കിലോത്തോളമൊക്കെ മൈദ എടുക്കുകയാണെങ്കിൽ നമ്മൾ 2 മുട്ട എടുക്കണം. എന്നിട്ട് മൈദ ഒരു പാത്രത്തിലേക്കിട്ട് ഈ 2 മുട്ട അതിലേക്ക് പൊട്ടിച്ചൊഴിക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. ഇത് കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ ദോശയുടെയൊക്കെ മാവ് ഉണ്ടാക്കണ പോലെ തന്നെ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. കണ്ടോ, ദോശമാവൊക്കെ നമ്മളിങ്ങനെയാണ് കലക്കണമെന്ന് വെച്ചാൽ അതുപോലെ തന്നെ അരിച്ച് വെച്ചേക്കണം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം കേട്ടോ. അപ്പം അത് നന്നായിട്ട് കലക്കിയിട്ട് ഒരു 10-20 മിനിറ്റ് അതവിടെ ഇങ്ങനെ വെച്ചേക്കാം, മൂടി വെച്ചേക്കാം. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ നമുക്കത് ഒന്ന് ഉണ്ടാക്കണം. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ നമ്മൾ മുട്ടപ്പത്തിരി ഉണ്ടാക്കാൻ പോകുന്ന ചട്ടിയാണ് കാണുന്നത്. അതിൽ ആ മുട്ടയുടെ തൊണ്ടുണ്ടല്ലോ, അത് കളയാണ്ട് നമ്മൾ ആ തൊണ്ടും അതിൻ്റെ ഒരു ചെറിയ മുട്ട പൊട്ടിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഒരു നീരൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഈ പാത്രം ഒന്നിങ്ങനെ മയക്കിയെടുക്കണം. ഈ ചട്ടി, അതായത് നമ്മളെപ്പോഴും ഉണ്ടാക്കില്ലല്ലോ, അപ്പോൾ ഈ ചട്ടി ആദ്യം തന്നെ പിടിക്കും, നന്നായിട്ട് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് തേച്ചൊരച്ച് വെച്ചേക്കണം. അപ്പം നമുക്ക് മുട്ടത്തൊണ്ട് കൊണ്ട് പാത്രം മയക്കാനായിട്ട് ഇഷ്ടമില്ലാത്തവർക്ക് മാവിൻ്റെ ഇല എടുക്കാം. അപ്പം മാവിൻ്റെ ഇല ഞാൻ എടുത്തിട്ടുണ്ട്, നന്നായി കഴുകിയെടുക്കുക. ചട്ടി അടുപ്പത്ത് വയ്ക്കണം. മാവിൻ്റെ ഇല ഇതുപോലെ കീറിയെടുത്തിട്ട് ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കണം നമുക്ക്. അപ്പോൾ അതിൻ്റെ ആവിയൊക്കെ അതിൽ കൊണ്ട് ചട്ടി നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പം ഉണ്ടാക്കുമ്പോൾ അത് നമുക്ക് നന്നായിട്ട് പിടിക്കാണ്ട് എടുക്കാൻ പറ്റും. അപ്പോൾ കുറച്ച് നേരം വെച്ചിട്ട് അതിൻ്റെ ആവി ഒന്ന് വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം സ്റ്റവ്. മാവിൻ്റെ ഇല ആവി ഏറിയിട്ടുണ്ട്, പിന്നെ നമുക്കിത് നിർത്താം കേട്ടോ, ഓഫ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ മാവ് കലക്കി വെച്ചിട്ട് 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചൂടായ ചട്ടിയിലേക്ക് മാവ് ഒന്ന് ഒഴിക്കാം. ഇതുപോലെ ഒരു കയ്യിൽ മാവ് വേണ്ടു നമുക്ക് ഒഴിക്കാനായിട്ട്. അപ്പോൾ അത് ഒഴിക്കാം. അധികം പരത്തരുത്, ഇത്രയും മതി. ഇത്തിരി കട്ടി വേണം ഈ അപ്പത്തിന്. ഇതുപോലെ ഒരു മൂടി എടുത്തിട്ട് അത് അടച്ച് വെക്കണം കേട്ടോ കുറച്ച് നേരം. അപ്പം റെഡി ആയിട്ട് വരുമ്പോൾ ഇങ്ങനെ ഇരിക്കും കേട്ടോ. ഇനി നമുക്കിത് എടുക്കാം അതിൽ നിന്ന്. അപ്പോൾ ഈ മുട്ടപ്പത്തിരി കഴിക്കാനായിട്ട് നാളികേരപ്പാലിൽ മുക്കിയാണ് ഇത് കഴിക്കേണ്ടത്. അപ്പോൾ അതിന് നാളികേരപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഒരു പഞ്ചസാര പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ചേർക്കുക, അല്ലെങ്കിൽ പച്ചവെള്ളത്തിൻ്റെ ടേസ്റ്റ് പോലെ. ഇപ്പം നാളികേരപ്പാൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് കൂടുതൽ നേരം ഇരിക്കുമ്പോൾ ഇതുപോലെ നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നാളികേരപ്പാൽ ചേർത്തിട്ട് ഈ മൈദപ്പത്തിരി കഴിക്കാം കേട്ടോ, അപ്പോഴാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ അത് ഇങ്ങനെ ഇതിലൊഴിച്ചിട്ട് മുക്കിയാണ് കഴിക്കേണ്ടത്. നല്ല രസമുള്ളൊരു പത്തിരിയാണ് കേട്ടോ. എല്ലാവരും